ഹലോ, എല്ലാവർക്കും ഹരിനന്ദൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കർക്കിടകമൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു ജീരാക്കോഴി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. ഇതിനായിട്ട് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയിൽ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 1 കിലോ കോഴിക്ക് 1 കിലോ ഉള്ളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ജീരകക്കോഴി ഉണ്ടാക്കാനായിട്ട് നാടൻ കോഴിയാണ് കേട്ടോ സാധാരണ എടുക്കുക. അതിന് പകരം ലഗോൺ കോഴി ആയാലും മതിയേ. പിന്നെ ഇതിൽ ചേർക്കുന്നത് നല്ല ജീരകമാണ് കേട്ടോ, ചെറിയ സാദാ ജീരകമില്ലേ അതാണ്. അതിൻ്റെ കൂടെ കുരുമുളക് ഉണ്ട് കേട്ടോ, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമല്ലിയാണ് കേട്ടോ ഇതിൽ ചേർക്കുക, പച്ചമല്ലി പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കൂടാതെ മുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നേ ഇല്ല കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും ചേർക്കും കേട്ടോ. ഇത് നമ്മൾ മല്ലിപ്പൊടിയും പിന്നെ ജീരകവും പൊടിച്ചതാണ്. പിന്നെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുരുമുളകാണ് കേട്ടോ, കുരുമുളക് പൊടി പൊടിച്ചിട്ടുള്ളതാണ്. അതൊക്കെ കുറച്ച് അളവിലെടുത്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് ഇഞ്ചി. പിന്നെ നമ്മൾ ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കുഴയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഇത് നമ്മൾ പുറത്തുള്ള വിറകടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ലോണം വെള്ളം വേണ്ടി വരും കേട്ടോ ഇതിലേക്ക്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ ലഗോൺ കോഴി ആകുമ്പോൾ നല്ല വേവ് ഉണ്ടാവും. അപ്പം ആവശ്യത്തിന് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇതാ നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ടോ, ഇപ്പോൾ ഇതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രഞ്ജിത്തേട്ടൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം 2-2.5 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് മല്ലിച്ചപ്പില്ലേ, നമ്മളെ നാടൻ മല്ലിച്ചപ്പും പിന്നെ കരിവേപ്പിൻ്റെ ഇലയും ചേർത്തതാണ്. നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയിൽ വറവിട്ട് ചേർക്കുകയാണ്. ഉള്ളി നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കറിയൊക്കെ ആയി വരുന്നപ്പോൾ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറിക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു കളർ, നല്ലൊരു കളറായിട്ടാണ് വരുന്നത്. വീഡിയോയിൽ അത്രയ്ക്കൊരു കളർ കാണില്ല, ഏകദേശം ഒരു പച്ച കളറായിട്ടൊക്കെയാണ് വരുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പത്തിരി അതിലേക്കൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. പണ്ടൊക്കെ ജീരാക്കോഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കോഴിക്കുട്ടികളെയാണ് കേട്ടോ എടുക്കുക. ചെറിയ നാടൻ കോഴിക്കുട്ടികളെ വെച്ചിട്ടാണ് ജീരാക്കോഴി ഉണ്ടാക്കുക. കർക്കിടക മാസത്തിൽ ജീരാക്കോഴി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് കേട്ടോ പറയുക. ഈ കോഴിക്കറീൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നേ. ചോറിൻ്റെയും ജീരാക്കോഴീൻ്റെയും കൂടെ പപ്പടം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വാഴക്കായൻ്റെ തോട് ഉപയോഗിച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുപയറൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്നും പോയി കാണണേ എല്ലാവരും. നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരാം കേട്ടോ.